ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ഹണി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് എല്ലില്ലാത്ത കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളാണിത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് അതിനാവശ്യമുള്ള ഉപ്പ്, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പൗഡർ, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. എന്നാലാണ് ആ പൊടികളൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളിത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ പോലത്തെ ഹണി ചിക്കൻ്റെ റെസിപ്പിയാണ് എന്നോട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ നമുക്കിത് ചിക്കനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മിൽമാൻ നെയ്യാണ് ചേർക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നെയ്യിലായാലും നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ചിക്കൻ ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിലിട്ടിട്ട് കുറച്ച് നേരം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 90% വെന്താൽ മതിയാകും. അപ്പോൾ ഈ അവധിക്കാലത്ത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ ഈ മധുരവും എരിവും ചെറിയൊരു പുളിയും കൂടിയൊക്കെ കൂടിയേക്കണ കാരണം തന്നെ മക്കൾക്ക് നല്ല ഇഷ്ടമാകും ഇത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പിള്ളേർ പോകുമ്പോൾ നമ്മളിത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തൊന്നും കൊടുത്തയക്കാറില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സ്കൂൾ പൂട്ടി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉള്ള റെസിപ്പീസൊക്കെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കാശ് കളയാതെ നമുക്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടാനുസരണം മക്കൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ വെറൈറ്റി റെസിപ്പീസൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ നല്ല വില കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾക്ക് ഒരു ടേസ്റ്റിന് കഴിച്ച് പോരണ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനും പറ്റും. അപ്പോൾ നമ്മളത് വറുക്കാൻ വെച്ചുകൊണ്ടിരിക്കലേ തന്നെ ഞാൻ ഇതിലൊക്കെ ആവശ്യമുള്ള ഒരു സവാള, 2 ചെറിയ തക്കാളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ കൂടി എടുത്തിട്ട് ഒന്നിച്ച് തന്നെ അരിഞ്ഞ് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചിക്കൻ്റെ വേവ് ഇപ്പോൾ ഏകദേശം 90% വേവായിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ്റെ ആ നെയ്യിലൊക്കെ കിടന്ന് സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചെറുതിയിലിട്ട് തന്നെ നമ്മൾക്ക് ഉപ്പില്ലെങ്കിൽ പാകത്തിന് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ അങ്ങനെ വയ്ക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാടി കിട്ടണം. സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി കിട്ടണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെയും ഇതിലേക്ക് കുറച്ചും കൂടി പൊടികൾ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയും മസാലപ്പൊടിയുമാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ചിക്കനിൽ ഹണി ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കണം. എന്നാലാണ് നമ്മൾ തേൻ ചേർക്കുമ്പോൾ രണ്ടും കൂടി മിക്സായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി ഉടഞ്ഞതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നെയ്യിൽ വറുത്തേക്കണ കാരണം തന്നെ സവാളയും തക്കാളിയൊക്കെ അതിൽ കിടന്ന് വാടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി മുളക് പൊടിയും, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഇനി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാം ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നെയ്യ് പോരാഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു ടീസ്പൂൺ കൂടിയും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കത് മൂടി വെക്കാം. പിന്നെ ഞാൻ ഇതിലൊക്കെ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ട കപ്പലണ്ടി, പീനട്ട്, ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കശുവണ്ടി ആയാലും ഇതിലൊക്കെ ചേർക്കാം. അപ്പോൾ എൻ്റെ കപ്പലണ്ടി ഉണ്ടായാലും ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ചിക്കനിൽ ഇതിൻ്റെ പൊടി കവർ ചെയ്ത് നിൽക്കും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ.
അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് ചിക്കൻ്റെയൊക്കെ കോട്ടിങ്ങായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴും നമ്മൾക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ സെർവ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ തേൻ ഒഴിച്ച് കൊടുക്കുന്നത്. തേൻ ഒഴിച്ചിട്ട് മുകളിൽ തന്നെ നന്നായിട്ട് തേൻ വീഴണം. അപ്പോഴാണ് നമ്മൾ എടുക്കുമ്പോൾ തേൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെസ്റ്റോറൻറ്റിലൊക്കെ പോയപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹണി ചിക്കൻ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കോ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഹണി ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇത് മക്കൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പോൾ നമുക്ക് സെർവ് ചെയ്തിട്ട് ആ പ്ലേറ്റിൽ സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ വീഡിയോനെ എല്ലാവരും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ആർക്കെങ്കിലും 1-2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ ആ പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം തേനും കൂടി ഒഴിച്ചിട്ടുണ്ട് മുകളിൽ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.